പിന്നെ ഒരു രക്ഷയില്ല. ഫാൻ ബോയ് സംഭവമൊക്കെ 2017 നമ്മൾ ചെയ്ത് കഴിഞ്ഞു. കുറെ ഗെറ്റപ്പ് ഇട്ടുകൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഫാൻ ബോയ് സംഭവം തിയേറ്ററിൽ തീർന്ന സാധനം ഇനി സീറ്റൊക്കെ പിറകെ എടുത്തോണ്ട് പോകണ്ടേ. അണ്ണന്റെ ട്രിപ്പിൾ ആക്ഷൻ ആണ്. അത് ഉറപ്പായിട്ട് സി എം തന്നെയാണ്. കേരളത്തിൽ ഒരു അന്യഭാഷ നടനും ഇതുപോലെ ഒരു റീ റിലീസ് നടത്തി ഇത്രയും ഒരു ക്രൗഡ് വരണമെങ്കിൽ അത് തളപതിക്ക് മാത്രമേ ഉള്ളൂ. വെല്ലുവിളിക്കാം. ഏതൊരു അന്യഭാഷ നടൻ ഒരു റീ റിലീസ് ചെയ്തിട്ട് ഇത്രയും ഒരു ക്രൗഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ വെല്ലുവിളിക്കാം. അപ്പൊ ഞാൻ വിജയ് ഫാനി വിടും. ഒരു കുറവുമില്ല, അതേ ഫീൽ തന്നെയാണ്. ജേഴ്സി മാറിയതേ ഉള്ളൂ, പക്ഷെ അണ്ണ മാറിയിട്ടില്ല. അണ്ണ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ അണ്ണ. 2026 നിങ്ങൾ സി എം ആവണം. ഇതാണ്ട പടം. എക്സ്പീരിയൻസ് ആയിട്ടൊന്നും പറയല്ല ബ്രോ. എപ്പോഴും നമ്മൾ കണ്ട പടം തന്നെയല്ലോ. അത്രയല്ല, പിന്നെ അത്രേ ഉള്ളൂ. കണ്ടില്ലേ, പൊളന്നോളഞ്ഞ് തിയേറ്റർ ഞാൻ രണ്ടാക്കി കളഞ്ഞ്. കിളിയാൻ വൈബായിരുന്നു. വെട്രിമാരൻ തന്നെ അതിൽ സംശയമുണ്ടോ? വെട്രിമാരൻ തന്നെ, വെട്രിമാരൻ തന്നെ അതില മെയിൻ. ഏത് ശരി എന്നാ കണ്ടോ അതേ വൈബ്, അതേ ലെവല്. അന്നത്തെ പോലെ തന്നെ ഇതിലും വെട്രിമാരൻ തൂക്കി. വെട്രിമാരന്റെ ഓരോ സീൻസിലും അന്നത്തെ പോലെ തന്നെ ഇതിൽ തൂക്കി. ഇത്തവണ ആലപ്പുഴ സമയം പാട്ട് വന്നപ്പോ എല്ലാവരും തിയേറ്ററിന്റെ ഫ്രണ്ട് നിന്നിട്ട് വൺ ഡാൻസ് അത്. ഞാൻ ഉടുപ്പ് പൂരിക്കുന്ന ഡാൻസ് എല്ലാവരും വൈബ്. അന്ന് ഞാൻ കണ്ടത് ശ്രീ പത്മനാഭ തിയേറ്ററിലായിരുന്നു. ഇന്ന് ഏരിയസ് കണ്ടപ്പോഴും ആ ഒരു വൈബ് തന്നെ, അതേ വൈബ് തന്നെ. പക്ഷെ ഇന്ന് അതിനെക്കാട്ടി ഹൈ വൈബായിരുന്നു. സൂപ്പർ ആയിരുന്നു. അന്ന് കണ്ടായിരുന്നു. ഇപ്പോഴും അതിന്റെ ഒരു ഓർ അതേപടിയുണ്ട്. ഒന്നും പറയാല്ലേ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും ഭയങ്കര സന്തോഷമാണ്. ഇനി ഇതുപോലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമത്തേ ഉള്ളൂ. ഗോട്ടിന്റെ ക്ഷീണമൊക്കെ മാറി. അടിപൊളിയായിരുന്നു. കിടിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളൊക്കെ ഡാൻസ് കളിച്ച് അടർമാദിച്ച് എന്തായാലും ഒരു സെലിബ്രേഷൻ തന്നെയാണ്. ബർത്ത്ഡേക്ക് ഒരു നല്ലൊരു ട്രീറ്റ് ആയി എന്നുള്ളതാണ്. സോ നിങ്ങൾ എല്ലാവരും കണ്ടില്ലെങ്കിൽ ഇനി ഷോ രാത്രി ഉണ്ടെന്ന് എല്ലാവരും കാണുക. സൂപ്പർ ബ്രോ. പടം അടിപൊളിയാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഫാൻസ് വരെ വീണ്ടും ഒരു റീ റിലീസ് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഫസ്റ്റ് റിലീസ് ചെയ്ത സമയത്ത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പൊ കാണാൻ പറ്റിയത് വളരെ ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ സീറ്റിലൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ഡാൻസ് കളിച്ച് മൊത്തത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അടിപൊളി. ഷോർട്ട് ഔട്ട് ഒരു നല്ല റീ റിലീസ് വീണ്ടും കാണാൻ പറ്റി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളായിരുന്നു. അടിപൊളിയായിരുന്നു. അടിച്ചു പൊളിച്ച് ആദ്യമായിട്ടാണ് ബിഗ് സ്ക്രീനിൽ കാണുന്നത്. കണ്ടില്ലായിരുന്നു. സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. തിയേറ്ററൊക്കെ അടിപൊളിയായിരുന്നു. അന്ന് ഇറങ്ങിയ സമയത്ത് കണ്ടിരുന്നു. അന്നത്തെ അതേ വൈബ് തന്നെയാണ്. അല്ലല്ല, അന്ന് അന്നത്തെ അതേ വൈബ് തന്നെ. അടിപൊളി. ബർത്ത്ഡേ സ്പെഷ്യൽ ഇല്ല മേഡം, ഒന്നും പറയില്ല. ഓ എല്ലാവരും ഡാൻസ് കളിച്ച് സൂപ്പറായിരുന്നു. 3 വിജയം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. തിയേറ്ററൊക്കെ നല്ലതായിരുന്നു. വൈബായിരുന്നു. പിന്നെ എന്തൊരു പറയാ, എല്ലാം ഡാൻസ് കളിച്ച് ആർമാദിച്ച് എല്ലാം ചെയ്യും. അടിപൊളി. ഇറങ്ങിയ സമയത്ത് കാണാൻ പറ്റിയിരുന്നു 2017. അതെ കണ്ടതാ. ഒന്നൂടെ കണ്ടപ്പോ അടിപൊളിയായിരുന്നു. ഇറങ്ങിയ സമയത്ത് കണ്ടിരുന്നു 2017. കണ്ടപ്പോ